ഹായ്. അപ്പം ഇന്ന് അപ്പം സമയം 6:30 കഴിഞ്ഞു. അപ്പം നമ്മൾ രണ്ടാളും ഇവിടെ വലിയ അടുത്തുള്ളൊരു നല്ലൊരു സ്പോട്ടുണ്ട്. ഓക്കെ, അവിടെ പോവാം. ഓക്കെ, ജസ്റ്റ് അവിടെ പോയി നമ്മൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ട് പോയി ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് സമാധാനത്തോടെ ഇരിക്കും. അതായത് അങ്ങനത്തെ ഒരു സ്ഥലം. അത് പണ്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പം അതിങ്ങനെ കെട്ടിപ്പണിത് ഇപ്പം എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു സ്ഥലമാക്കി. ഓക്കെ, ഒരു കടവ് പോലത്തെ ഒരു സാധാരണ ഒരു സ്ഥലം. നമ്മൾ ഇപ്പോൾ ഇറങ്ങാണ്. സോ ട്രൈപ്പോഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. നമുക്കൊരു പരിപാടിയും കൂടി ഉണ്ട് അവിടെ പോയിട്ട്. അപ്പം നമുക്ക് ഇറങ്ങാം. അപ്പം അക്കീരും കണ്ടോ, ഇവിടെ കല്ലുമ്മക്കായ കൃഷിയെല്ലാം കണ്ടോ? അത് ഐസപ്പം നമ്മളിപ്പോൾ കാണിച്ച ആ സ്ഥലം എന്ന് വെച്ചാൽ കല്ലുമ്മക്കായ കൃഷിയെല്ലാം നടത്തുന്ന ഒരു സ്ഥലം. അതായത് ഒരു ബണ്ട് പോലത്തെ ഒരു 2 പുഴേൻ്റെ നടുക്ക് ഒരു റോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈക്കിളിലെടുത്ത് സ്ഥിരം വരുന്നൊരു സ്ഥലമാണ്. അതായത് മെയിൻ സ്പോട്ട്. നമ്മളെ എപ്പോഴും നമ്മളെ സൈക്കിള് അതിന് ശരിയാക്കിയിട്ടില്ല, ശരിയാക്കണം. സൈക്കിൾ ശരിയാക്കി കഴിഞ്ഞാൽ വരുന്ന സ്ഥലമാണ്, മെയിൻ സ്ഥലമായിരുന്നു ഇത് പണ്ടൊക്കെ. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെ ഏതാണ്ട് നമ്മൾ എത്തി. അവിടെ 2 കുഞ്ഞി പട്ടികൾ. യെസ്, നോക്കാം. ചെറിയ 2 പീക്കിരി അല്ല പട്ടികളാണ്. സോ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് പുഴയും ഒരു ചെറിയൊരു കടവും. അതിപ്പം ബ്യൂട്ടി സ്പോട്ട് എന്നുള്ള പേരിട്ട് പഞ്ചായത്ത് എടുത്ത്. അത് പോയാ നമ്മൾ ജസ്റ്റ് എത്തി. നമ്മളിപ്പം നോക്കുന്നത് വെച്ചാൽ ഞണ്ടോ മീനോ എന്തെങ്കിലും ഉണ്ടോ. അതായത് ഇതിൻ്റെ ഈ ഒരു ചെറിയ ആ ഭാഗത്തില്ലേ പുഴയിലെ അവിടെ കൊടുത്തു. ആ ദൂരത്താ. പിന്നെ ഏതൊരു പക്ഷീൻ്റെ സൗണ്ടും ഉണ്ട്. മയില എന്നാൽ അപ്പുറത്തുനിന്നായിരിക്കും. അപ്പം ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു മീനുണ്ടാവും. പണ്ട് ഈ സ്ഥലം ഇങ്ങനെയേ അല്ലായിരുന്നു. ആ ക്യാമറ ഉണ്ടാ? ഓ, ഇങ്ങനെയേ അല്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ ആക്കി. സോളാറിൽ വർക്ക് ചെയ്യുന്നതല്ലേ? സോളാറിൽ വർക്ക് ചെയ്യുന്ന ക്യാമറ എല്ലാം, ലൈറ്റും എല്ലാം. അന്ന് നമ്മൾ വരുമ്പം ഈ ഒരു കടവും അതായിട്ടുണ്ട്. വണ്ടി ഞാൻ ഇങ്ങനെ നീന്തിരി. അതായത് ഇവിടെ അത്രയൊന്നും വെള്ളമൊന്നുമില്ല. ആ വീട് എൻ്റെ ഇല്ല. പണ്ട് ഈ ഒരു കടവേ ഉണ്ടായിട്ടുള്ളൂ. ഈ കടവ് ജസ്റ്റ് ഈ കോൺക്രീറ്റ് കൊണ്ട് കെട്ടി. ഇത് മാത്രം ഇവിടുന്ന് ഇങ്ങോട്ട് ഇരിക്കേണ്ട സ്ഥലമോ അങ്ങോട്ട് ഇത്ര ഇൻ്റർലോക്ക് ഇട്ട സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ മണ്ണും അങ്ങനെയായിരുന്നു. ഓക്കെ, സോ നല്ലൊരു മഴ പെയ്യുന്നുണ്ട് തോന്നപ്പുറം. കാരണം അതിൻ്റെ ഒച്ചയാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ അധികം മീനും കാര്യങ്ങളും പിടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാർ യൂസ് ചെയ്യുന്നൊരു കടവും കൂടെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇതിലേ നമുക്ക് പോകുന്ന കാണാം മീൻ പിടിക്കാനെല്ലാം. അത് ഹിന്ദിക്കാരടക്കം പോകുന്നുണ്ട് ഇപ്പോൾ മീൻ പിടിക്കാനും. ഇവർ വന്ന് മീൻ പിടിക്കാൻ വരെ ആയി ഇപ്പം ഹിന്ദിക്കാർ. ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മീനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഞണ്ടും കുഞ്ഞ് അങ്ങനത്തെ ഉണ്ടാവും. നല്ല രസമാണ്. ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്, കാണിച്ചു തരാം. നിങ്ങൾ ഈ ഇതിട്ടിട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താ ഇവൻ ഓടാനൊന്നും പോകാത്തതെന്ന്. നമ്മൾ പൊതുവേ ഓടാനും നടക്കാനും എല്ലാത്തിനും പിന്നെ ജിമ്മിനും എല്ലാത്തിനും പോകുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ജസ്റ്റ് ഒരു പരിപാടിയും കൊണ്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് എനിക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് മാത്രം എടുത്തിട്ടേ ഇത്. ഓക്കെ, സോ ഒരു ചേട്ടൻ അവിടെ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ വലയിടുന്നതാണെന്ന് തോന്നുന്നു. വലയിട്ട് സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട്, അതായത് ഒരു മണിക്കൂർ മുന്നേ മറ്റും വലയിട്ട് വന്നിട്ട് ചേട്ടൻ എടുക്കും. അതായത് ഇവിടുത്തെ ആൾക്കാരെടുക്കും. അത് ഞാൻ അന്ന് ഒരു
റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പം അവിടെയുള്ള ചേട്ടനോട് ചോദിച്ചപ്പം അങ്ങനെ പറഞ്ഞത്. അതായത് നമുക്ക് 1 മണിക്കൂറേ വേണ്ടൂ വലയിട്ടിട്ട് എടുക്കാൻ, ജസ്റ്റ് ഇപ്പോൾ 1 മണിക്കൂർ ഇട്ടുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ, അന്ന് ഇവിടെ കുറച്ച് മരവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലേ, പക്ഷെ ഇപ്പം എല്ലാവരും ഇതിന് വേണ്ടിയിട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളയും എല്ലാം ഒന്ന് സെറ്റായി കാണാം അല്ലേ. സ്ഥലം അടിപൊളിയായി. നമ്മളങ്ങ് അവിടെ കാർ പാർക്ക് ചെയ്തത്, കാരണം ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷിക്കൂട്ടം പോകുന്നുണ്ട് കണ്ട, കൂട്ടമായി മീൻ പിടിക്കാൻ പോകുന്നതാണോ? സെറ്റല്ലേ, ഇങ്ങനെ രാവിലെ എണീച്ച് വന്ന ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാണാം. നല്ല സുഖം. ഈ വാച്ചിൻ്റെ പ്രശ്നം കണ്ട, ഈ വാച്ചിനുള്ളൊരു പ്രശ്നമാണ് ഇത്. ഇങ്ങനെ അതായത് നമ്മൾ പുഷപ്പ് ഒന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ ഇതാവും, അതായത് ഇങ്ങനെ മുട്ടുകൂടാ. വാച്ച് ഇടാണ്ടിരിക്കണം. പക്ഷെ മറ്റേ ഫിറ്റ്നസ് അങ്ങനത്തെ വാച്ചൊക്കെ ഇടുമ്പോൾ കുഴപ്പമില്ല. മറന്നുപോയി. അതെ, രാവിലത്തെ ഒരു വർക്കൗട്ടായി. ഇൻസ്റ്റയിൽ ഒരുത്തനുണ്ട് ഇങ്ങനെ വാമ്പ് ചെയ്യുന്ന ഒരുത്തൻ, ഇങ്ങനെ കോമഡിയാന്ന് വീഡിയോ. ലാസ്റ്റ് ഇങ്ങോട്ട് വരും. അവൻ കോമഡിയാണ്, അവൻ ഡാൻസ് കളിക്കുന്ന ശരിക്കും, പക്ഷെ വാമ്പോലെയാണ് ഇങ്ങനെ. എനക്കത്ര ഇല്ല ലഗ്. കാല് നീളില്ലവർക്ക് അധികം എങ്ങനെ വർക്കൗട്ട് ചെയ്താലും കാല് സെറ്റാവില്ല, അതാണ് പ്രശ്നം. അതാണ് ഷേപ്പ് എങ്ങനെ വരും, പക്ഷെ എങ്ങനെ പണ്ടൊരു സൈസ് ആവില്ല. അതാണ് നീളത്തില്ല കാലുണ്ടായ പ്രശ്നം. അതാണ് ഗൈസ്. അപ്പം നമ്മളെ വാമ്പും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്കൊരു പുഷപ്പ് ചലഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിൽ ആർക്ക് ഏറ്റവും കൂടുതൽ പുഷപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾ കമൻറ്റ് ചെയ്യാത്തവരെ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. സോ നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ആർക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റും നിങ്ങൾ നോക്ക്. എന്നെക്കാട്ടും എക്സ്പീരിയൻസ് ഉണ്ട് ഇവന് ജിമ്മിന്. നോക്കാം, ട്രൈ ചെയ്യാം. എനിക്ക് എന്തായാലും പുഷപ്പ് പോലെ 20 ആയിരിക്കും. ഇപ്പം എത്ര കൗണ്ട് എടുക്കാൻ പറ്റും? എനിക്ക് 50 വേണം. നോക്കാം എത്ര പോകുന്നു നോക്കാം. കൗണ്ട് നോക്കാം. സ്റ്റാർട്ട്. ഓക്കെ. അയ്യോ, ഒരുമിച്ച്. അയ്യോ, നീ എടുത്തോ. പൈസ എനക്കത്രയാവുന്നില്ലോ. ഫുള്ളെടുക്കും, എനിക്ക് ആവുന്നത്ര 30 ആയോ? അയ്യോ, പൈസ എനക്കെന്തായാലും അത്ര ആവുന്നില്ലോ. ഞാൻ കുറേ ആയി എടുത്തിട്ട്. 20 എണ്ണക്ക് കറക്റ്റ് പോകുന്നുണ്ട്, 20-30 എണ്ണം. പക്ഷെ ഇപ്പോൾ പോകുന്നില്ല. ഇനി നമുക്കത് പോക്കണം അല്ലേ, അതാണ് ലക്ഷ്യം. ഇവിടുന്ന് നമുക്കിനി അടുത്ത ചലഞ്ച് സ്കോട്ടാക്കിയാലോ? സ്കോട്ടാക്കാം. ഓക്കെ, നോർമലി. അതിന് മുമ്പേ 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മനുഷ്യൻ മടിയായി പോവും. പുള്ളപ്പ് ബാറും ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷെ എനിക്ക് എങ്ങനെയും പുള്ളപ്പ് പോകില്ല. എടുക്കലുണ്ട്, പക്ഷെ 5 പോകുന്നില്ല. എങ്ങനെയും
5 പറയും ഭയങ്കര കുറവാണ്. ആ ബോഡി വെയിറ്റ് കൂടിയാൽ നമുക്ക് പുള്ളപ്പതിയും പോകില്ല അല്ലേ, സ്ട്രെങ്ത് കൂട്ടണം. അപ്പോൾ നമുക്ക് നമ്മുടെ റെസ്റ്റും കാര്യങ്ങളും ഏകദേശം കഴിയും. അപ്പോൾ നമുക്ക് സ്കോട്ട് ചെയ്യാം. എത്ര പോകും നോക്കാം. ഓക്കെ, എത്ര എടുക്കണ്ട നോക്കണ്ട, നമുക്ക് എത്ര പോലും നോക്കാം. എത്ര കൗണ്ട് പറഞ്ഞാൽ നമ്മൾ ആ കൗണ്ടിൽ ചിലപ്പോൾ നിർത്തും, അല്ലെങ്കിൽ ഞാൻ നിർത്തും കൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് അതിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ റപ്പെല്ലാം, അതായത് ഇത്ര റപ്പ് 12 റപ്പ് എടുത്താൽ മതി പറഞ്ഞാൽ ആ 12 റപ്പിൽ ഞാൻ നിർത്തും. അതായത് പ്രശ്നം. അതുകൊണ്ട് ഞാനിപ്പോൾ പറയാണ്ട് എടുക്കല്. പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് അങ്ങോട്ട് പോകും. അതായത് 12 നിർത്തണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. കം ഓൺ. 1 2 3 4 5 6. Come on. എനിക്കിന്നലെ ലെഗ് ഡേ കഴിഞ്ഞ നമ്മൾ വിചാരിച്ചു 100 സ്കോട്ടെന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. എത്ര കൗണ്ട് പോയി? എൻ്റെ അമ്മ ചത്ത്. ഗൈസ്, അപ്പം സ്കോട്ടും കഴിഞ്ഞു, പുഷപ്പും കഴിഞ്ഞു. പുള്ളപ്പ് നമുക്ക് ഇവിടെ എടുക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മളിനി വാക്കിംഗ് ലഞ്ചസ് ചെയ്യാൻ പോവാം. അത് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല ഒരു വർക്കൗട്ടാണ് ഈ വാക്കിംഗ് ലഞ്ചസ്. പക്ഷേ നമ്മൾ ചെയ്യും. ഓക്കെ, ബോഡി വെയിറ്റിലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എടാ നിൽക്കടാ, നോക്കാം. അയ്യോ അമ്മേ, അയ്യോ ഞാൻ ചത്തു. തീരുമാനമായി. എനക്ക് മഴ പെയ്യോ അറിയില്ല. വളരാത്ത 2 ലക്കാണ് ഇത് എൻ്റെ. കാഫ് ഇവൻ്റെ കാഫ്. ഒരു മഴക്കില്ല നല്ല ലക്ഷണമുണ്ട്. നമ്മൾ പുഷപ്പും സ്കോട്ടും ബാക്കി ലഞ്ചസ് എടുത്താടും പണി കയറുന്നു. ഉപ്പുകാറ്റടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണം അല്ലേ, ഭയങ്കര ക്ഷീണം. പിന്നെ രാവിലെ അല്ലേ, എനിക്ക് രാവിലെ വർക്കൗട്ട് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ബോഡി ഒരു ഇതാവില്ല, നന്നായിട്ട് വാമ്പ് ചെയ്ത് കിട്ടൂല. ഇപ്പം മഴയും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ കാണാം ഫുള്ള് ഇതാ മഴ എങ്ങ് വരുന്നുണ്ട്. ഇതാ ഇപ്പം എത്തും. ഇതാ ഇവിടുന്ന് നോക്കി കാണാം. നമ്മൾ ട്രൈപ്പോഡ് ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ ചാലഞ്ച് എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം മഴ വന്നു. ഈ മഴയത്ത് വരെ പണിയെടുക്കുന്നുണ്ടോ? ഒരു ഫാമിലി മൊത്തമായിട്ടാണ്. കുഞ്ഞി അടക്കമുണ്ടാവും. ഇത് ഇവരെങ്ങനെ പോകുന്നത് അറിയില്ല. കാരണം വെച്ചാൽ അത്രയും മഴയും കാറ്റും ഒഴുക്കും വന്നാൽ ഭയങ്കര റിസ്ക്കാണ്. വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെ എന്താവുന്നൊന്നും. ഓക്കെ, ഇപ്പോൾ നമ്മളെ ചലഞ്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നത്.
അറിയാൻ ചലഞ്ച്, ചെറിയ ചലഞ്ചായിരുന്നു അല്ലേ? ആ നമ്മളെ തന്നെ ഒരു ലാബ്, തടിയൻ ലാബ്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ തിരിച്ചു പോവാം. ഓക്കെ, ഒരു ലൈം ടീയോ എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു വിടാമായിരിക്കും. നല്ല ക്ഷീണം വെച്ചാൽ നല്ല ക്ഷീണം, കതപ്പ്. ഒരു ഇപ്പോൾ വെള്ളം എടുക്കാൻ മറന്നുപോയി. ഗൈസ്, അങ്ങനെ എല്ലാ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല മഴയാണ്. സോ പല ജില്ലകളിലും റെഡ് അലേർട്ടാണ്, നമ്മുടെ ജില്ലകളും റെഡ് അലേർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ പീപ്പഫറിനെ നമ്മൾ ആമ്പലിൻ്റെ ഇതിലെടുത്തിട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒച്ച് കാര്യങ്ങളുണ്ട്, അതിനൊക്കെ അത് തിന്നും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. നല്ല മഴ വെച്ചാൽ നല്ല മഴ.